വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡനക്കേസുമായി ബന്ധപ്പെട്ട് ഡോക്ടർ KV പ്രീതിക്കെതിരെ പുനരന്വേഷണം. അതിജീവിതയുടെ പരാതിയിൽ ഉത്തരമേഖല IG K സേതുരാമനാണ് പുനരന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. വിവരങ്ങളുമായി സമീർ C മുഹമ്മദ് ചേരുന്നു. സമീർ, എന്താണ് വിവരങ്ങൾ? സ്മിത, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡനക്കേസുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ ഒരു ഇടപെടലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ സംഭവത്തിൽ താൻ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ തൻ്റെ മൊഴിയെടുത്തത് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ KV പ്രീതിയാണ്. പക്ഷേ തൻ്റെ മൊഴിയിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയില്ല എന്ന് അതിജീവിത ആരോപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയും സിറ്റി കമ്മീഷണർക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ACP സുദർശന്റെ നേതൃത്വത്തിൽ ഈ സംഭവം പരിശോധിക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്തു. പക്ഷേ എന്നാൽ അതിജീവിത പറഞ്ഞ കാര്യങ്ങളിലൊന്നും തന്നെ കഴമ്പില്ല എന്ന് കണ്ടെത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് ACP സമർപ്പിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർന്നുള്ള നടപടികളിലേക്ക് ഈ അതിജീവിത മുന്നോട്ട് പോവുകയായിരുന്നു. ഒപ്പം തന്നെ ഈ റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അവർ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ സമരം നടത്തിയത്. 12 ദിവസം നീണ്ടുനിന്ന സമരത്തിനൊടുവിലാണ് അവർക്ക് റിപ്പോർട്ട് ലഭിച്ചത്. ഈ റിപ്പോർട്ട് ഇപ്പോൾ പരിശോധിക്കുന്ന വേളയിലാണ് അതിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ ഉറച്ചു നിൽക്കുന്നു. അതായത് ഈ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ KV പ്രീതി താൻ പറഞ്ഞ മൊഴികളൊന്നും മുഖവിലക്കെടുത്തില്ല. ഈ പോലീസിന്റെ റിപ്പോർട്ടിൽ പ്രീതി പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് താനും ബന്ധുക്കളും അതുപോലെ തന്നെ മറ്റ് അനുകൂലമായി നിന്ന സിസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ളവർ നൽകിയിട്ടുള്ള ആ മൊഴികളൊന്നും തന്നെ ഇതിനകത്ത് ഇല്ല എന്നുള്ള കാര്യം അവർ കണ്ടെത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരമേഖല IGയെ അവർ വീണ്ടും കാണുകയും ചെയ്തത്. പ്രധാനമായും ഈ പുനരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഉത്തരമേഖല IGയെ അവർ കാണുകയും ഇക്കാര്യങ്ങളെല്ലാം തന്നെ സംസാരിക്കുകയും ചെയ്തത്. അതിനൊടുവിലാണ് ഇപ്പോൾ ഉത്തരമേഖല IG തന്നെ ഇതിൽ പുനരന്വേഷണത്തിനുള്ള ഒരു ഉത്തരവിട്ടിരിക്കുന്നത്. ഉത്തരമേഖല IG K സേതുരാമന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരമൊരു ഉത്തരവ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് നാർക്കോട്ടിക് സെൽ ACP ആയിട്ടുള്ള TP ജേക്കബിനാണ് അന്വേഷണ ചുമതല. ഒരാഴ്ചക്കകം റിപ്പോർട്ട് നൽകണമെന്നുള്ള കർശന നിർദ്ദേശത്തോടു കൂടിയാണ് ഈ ഉത്തരവിട്ടിരിക്കുന്നത്. എന്തായാലും തനിക്ക് നീതി ലഭിക്കും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ IGയുടെ ഉത്തരവ് എന്നാണ് അതിജീവിത പ്രതികരിക്കുന്നത്. സ്മിത, ശരി, പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. ഒരാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. വിവരങ്ങളുമായി സമീർ C മുഹമ്മദാണ് നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.